സ്വന്തം ഹോം ഗ്രൗണ്ടിൽ കിട്ടിയ പണി അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുത്തിരിക്കുകയാണ് RCB. പഞ്ചാബ് കിങ്സിനെ അവരുടെ ഹോം തട്ടകത്തിൽ ആധികാരികമായാണ് പരാജയപ്പെടുത്തിയത്. 7 വിക്കറ്റിന്റെ വിജയമാണ് RCB സ്വന്തമാക്കിയത്. ടോസ് ലഭിച്ച് ആദ്യം ബൗൾ ചെയ്യാനുള്ള RCBയുടെ തീരുമാനം തെറ്റാണെന്ന രീതിയിൽ തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ടത് മികച്ച തീരുമാനമായി മാറി. RCB ബോളേഴ്സിന്റെ തകർപ്പൻ പ്രകടനമാണ് മത്സരത്തിലുടനീളം കണ്ടത്. പഞ്ചാബ് ബാറ്റർമാരിൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാൻ അങ്ങനെ ആർക്കും തന്നെ സാധിച്ചില്ല. ഇടവേളകളിലെ വിക്കറ്റ് വീഴ്ച ഒരു പാർട്ട്ണർഷിപ്പ് പോലും നേടാനാവാത്ത വിധം അതിസമ്മർദ്ദത്തിലാക്കി പഞ്ചാബിനെ. സ്കോർ ബോർഡിൽ ജോഷ് ഇംഗ്ലീഷ്, പ്രച്ഛിമ്രൻ സിംഗ്, പ്രിയൻ ഷാര്യ, ശശാങ്ക് സിംഗ് എന്നിവർ മാത്രമാണ് മികച്ച രീതിയിൽ സ്കോർ ചെയ്തത്. അതിൽ ശശാങ്ക് 31 റൺസ് എടുക്കാനെടുത്തത് 33 പന്തുകളാണ്. ഒരു ബൗണ്ടറി മാത്രമേ നേടാനായുള്ളൂ. RCB ബോളർമാരെല്ലാം മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. 4 ഓവറിൽ 26 റൺസ് വഴങ്ങി ഭുവനേശ്വർ കുമാറും 4 ഓവറിൽ 25 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് നേടിയ കൃണാൽ പാണ്ഡ്യയും 4 ഓവറിൽ 26 റൺസ് വഴങ്ങി 2 വിക്കറ്റ് നേടിയ സുയാ ശർമ്മയും ചേർന്നാണ് മത്സരത്തിൽ പഞ്ചാബിനെ ഏറെ സമ്മർദ്ദത്തിലാക്കിയത്. മറുപടി ബാറ്റിംഗിൽ കാര്യമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊന്നും RCBക്ക് ഉണ്ടായിരുന്നില്ല. ഫിൽ സോൾട്ടിനെ ആദ്യ ഓവറിൽ തന്നെ നഷ്ടമായെങ്കിലും കോഹ്ലിയും പടിക്കലും ചേർന്ന് 103 റൺസിന്റെ 2ാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് ഒരുക്കിയത്. തൊട്ടു പിന്നാലെ എത്തിയ പട്ടിദറിനും ജിതേഷ് ശർമ്മയ്ക്കും മത്സരം ഫിനിഷ് ചെയ്യാൻ വേണ്ടി മാത്രമേ ആവശ്യമായുള്ളൂ. 54 പന്തിൽ 7 ബൗണ്ടറിയും 1 സിക്സും അടക്കം 73 റൺസ് കോഹ്ലി നേടിയപ്പോൾ 35 പന്തിൽ 5 ഫോറും 4 സിക്സും അടക്കം ദേവദത്ത് പടിക്കൽ 61 റൺസ് നേടി. പഞ്ചാബ് ബോളേഴ്സിൽ കാര്യമായി അങ്ങനെ ആർക്കും തിളങ്ങാനും സാധിച്ചില്ല. ബോളറിന് എല്ലാവരും താരതമ്യേന കുറച്ച് റൺസുകൾ വഴങ്ങി. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ അർദ്ധ സെഞ്ചുറി നേടിയെന്ന താരമെന്ന റെക്കോർഡും വിരാട് കോഹ്ലി സ്വന്തമാക്കിയ മത്സരം കൂടിയായിരുന്നു ഇത്. തോറ്റ അതേ നാണയത്തിൽ തന്നെ RCB തിരിച്ചടിച്ചു എന്നുള്ളതും ആരാധകരെ ആവേശത്തിലാക്കുന്ന പ്രധാന കാര്യമാണ്. പോയിന്റ് പട്ടികയിൽ മുന്നിലേക്ക് കയറാനും RCBക്ക് സാധിച്ചിട്ടുണ്ട്. 8 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവുമായി പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്താണ്. തൊട്ടു പിന്നാലെയാണ് പഞ്ചാബും. അങ്ങനെ ആവേശകരമായ ആദ്യ മത്സരവും ഇന്നത്തെ അവസാനിച്ചിരിക്കുകയാണ്.